ഇതൊരു മന്ത്രിയുടെ ഓഫീസിനെയൊക്കെ അറിയിച്ച് നടത്തുന്ന ഒരു പരിപാടിക്ക് അതിന്റെ കീഴ്വഴക്കങ്ങൾ കൂടി അവരെ അറിയിക്കുക എന്ന് പറയുന്ന മര്യാദയില്ലേ? ഇന്ന് തൊട്ടൊരു പുതിയ കീഴ്വഴക്കം ഉണ്ടായിന്ന് അങ്ങനെ അങ്ങ് വെച്ചാൽ മതി. ഇന്നലെ വരെയുള്ള കീഴ്വഴക്കങ്ങൾ പാലിക്കാൻ സൗകര്യമില്ല. ഇന്നൊരു പുതിയ കീഴ്വഴക്കം വെക്കുക. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ ഭരണഘടനയിൽ എവിടെങ്കിലും ഉണ്ടോ, എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നിലവിളക്ക് കത്തിക്കണമെന്ന് ഭരണഘടനയിൽ എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ പ്രാർത്ഥന പാടണം, അത് ഭരണഘടനയിൽ എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഭരണഘടനയിൽ ഇല്ലാത്ത ചില ആചാരങ്ങളൊക്കെ ഉണ്ടാവും. ഇദ്ദേഹം ഗവർണറായി വന്നപ്പം ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവർണർക്ക് അതിൽ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇദ്ദേഹം ഗവർണറായി വന്നപ്പോ സ്വാഭാവികമായിട്ടും ഗവർണർ എന്ന നിലയിൽ ഭാരതത്തെ അതിനെ അമ്മയായി കണ്ടുകൊണ്ട് ചിത്രീകരിക്കുന്നു. ആ ഭാരതാംബ, ഈ ഭാരതം മുഴുവനുമുള്ള ഭാരതാംബ. ഞാൻ ചോദിക്കട്ടെ, ഈ ശിവൻകുട്ടിയുടെ അലയൻസ് പാർട്ണറാണല്ലോ ശിവസേന. അവര് ഈ ഭാരതത്തിന്റെ ചിത്രം, ഈ ഭാരതാംബയുടെ ചിത്രമല്ലേ അവര് വെക്കുന്നത്? അപ്പൊ അത് RSSന്റെ ചിത്രം മാത്രമാണെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാ? ഭാരതത്തിന്റെ സകല മുക്കിലും മൂലയിലും ഈ ഭാരതാംബ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. എന്നാ പോലെ ഒരു കാര്യം ചെയ്യട്ടെ, ഇവര് ഭാരതാംബയുടെ ഒരു പുതിയ ചിത്രം വരച്ചു വരട്ടെ, നമുക്ക് നോക്കാം. ചൈനയുടെ ചിത്രമൊന്നും അല്ലല്ലോ വെച്ചിട്ടുള്ളത്, ആണോ? നമ്മുടെ നാടിന്റെ ചിത്രമല്ലേ, നമ്മുടെ നാടിനെ അമ്മയായി കാണുന്ന ഒരു കാഴ്ചപ്പാടല്ലേ. അത് വെച്ചിട്ട് പരിപാടി നടത്തുന്നവര് വന്നാ മതിയെന്ന്, അല്ലാത്തവര് വരണ്ട. അതാണ് അങ്ങനെയായിരിക്കും രാജ്ഭവൻ തീരുമാനിക്കുന്നത്. നിങ്ങൾ സൗകര്യം ഉണ്ടാ വന്നാ മതി, ഇല്ല വേണ്ട.